ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾ കഴിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി വ്ളോഗ് എടുക്കാൻ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ കുറേ നാളായതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് കുറച്ച് വ്ളോഗിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. സോ വ്ളോഗിങ് പ്രത്യേകിച്ച് എടുക്കാനുള്ള ഒരു റീസണും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നാളായിട്ടൊരു വ്ളോഗ്സ് ഒന്നും ഇല്ലാത്തത്. ആക്ച്വലി നമ്മുടെ 10th ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. സോ ഒരു വ്ളോഗിങ് മെറ്റീരിയലായിട്ട് ഇടാനായിട്ട് ഒന്നുമില്ലായിരുന്നു. സോ നമുക്കിന്ന് ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഒരു 9 o'clock ആയിട്ടുണ്ട്. രാവിലെ 7 o'clock നമ്മൾ എണീച്ച് രാവിലത്തെ ഡ്യൂട്ടീസൊക്കെ ഓൾറെഡി കഴിഞ്ഞു. എറിക്ക് സ്കൂളിൽ പോയിട്ടുണ്ട്. സോ ബാക്കി ഇനി ഞാൻ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഇന്നത്തെ ഡേക്ക് വേണ്ടി വെച്ചേക്കുന്നത്. സോ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ നിങ്ങൾക്കുമാകും. സോ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പം ഗാർഡനിൽ പോലും ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. സോ ഞാൻ പുറത്തിവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൈജാമാസൊക്കെ ഇട്ട് വീട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മൾ രാവിലെ എണീച്ച് തന്നെ ഡ്രസ്സപ്പായി ഇരിക്കുകയാണ് പതിവ്. കാരണം നമുക്ക് പിന്നെ നമ്മുടെ ഡേയിൽ എവിടെയെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേഗം അങ്ങനെ തന്നെ പോവാം. സോ തണുപ്പായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കോസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞ് കിച്ചൺ ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് കുറച്ച് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം. സോ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കുന്നത് ഹാഫ് വാട്ടർ ഹാഫ് വിനെഗർ പിന്നെ ഇച്ചിരി ഡിഷ് സോപ്പാണ്. സോ അത് വെച്ച് നമുക്ക് ഒരു നാച്ചുറൽ ക്ലെൻസർ കിട്ടും. നമുക്ക് കിച്ചൺ കൗണ്ടറും പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ അത് യൂസ്ഫുള്ളാണ്. ഡിഷ് വാഷർ എംപ്റ്റി ചെയ്തെടുക്കാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാം. ആദ്യം ഹാഫ് കപ്പ് വാട്ടർ എടുക്കാം. നമുക്ക് വാം വാട്ടർ ആണെങ്കിൽ നല്ലതാണ്. ഇവിടെ നമുക്ക് പൈപ്പിൽ തന്നെ വാം വാട്ടർ കിട്ടും. സോ ഹാഫ് കപ്പ് വാം വാട്ടർ എടുക്കാം നമുക്ക്. ആൻഡ് ഹാഫ് കപ്പ് വിനീഗർ എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഡിഷ് സോപ്പാണ് ആക്ച്വലി. പക്ഷേ ഡിഷ് സോപ്പല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനൊരു എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ മിൻറ്റിൻ്റെ ഒരു എസെൻഷ്യൽ ഓയിലുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് റെഡിയാണ്. നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കിച്ചൺ കൗണ്ടറും
ഫ്രിഡ്ജും നമ്മുടെ ക്യാബിനറ്റ്സും എല്ലാം ക്ലീൻ ചെയ്യാം. നിങ്ങളുടെ ക്ലീനിങ് സ്പേസ് ഇച്ചിരി ബിഗ്ഗർ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ റേഷ്യോയിൽ ഇത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ 1/2 അത് പറഞ്ഞാൽ 1:1 റേഷ്യോ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മെഷർമെൻ്റ് ആക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ കിച്ചൺ കൗണ്ടറിന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കോർസ് ഇപ്പോഴും ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റി പുതിയ ഡെക്കോർസ് വെക്കാം. നമ്മുടെ മൾട്ടി വൈറ്റമിൻസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം. നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി ഇവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്യാം. കാണുമ്പോൾ ഫാസ്റ്റ് ആയിരുന്നെങ്കിലും ഒരു 1.5-2 മണിക്കൂർ എടുത്ത് എല്ലാം ക്ലീനാക്കി അറേഞ്ച് ചെയ്യാൻ. സോ അറേഞ്ച് ആക്കി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇത്. ചെറുതായിട്ട് കുറച്ച് ചേഞ്ചസ് നമ്മുടെ കിച്ചണിൽ. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഡണ്ണാണ്. ഇനി നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിക്കാണ്. ഇപ്പം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. ലഞ്ചിന് മോസ്റ്റ്ലി ഞങ്ങൾ കഴിക്കാറ് എഗ്സ് അല്ലെങ്കിൽ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം ഇന്ന് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ നമ്മൾ ബീൻസോ അല്ലെങ്കിൽ ചിക്ക് പീസോ അങ്ങനെ അതിൻ്റെ സാലഡ് ഉണ്ടാക്കി കഴിക്കും. സോ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കാൻ ആവശ്യമില്ല. ഒബ്വിയസ്ലി ഞങ്ങൾ സിമ്പിൾ ഓംലെറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒന്നും ഫാൻസി ഓംലെറ്റ് ഒക്കെ അല്ല, സിമ്പിൾ ഓംലെറ്റ് തന്നെയാണ് എനിക്കിഷ്ടം. സോ മുട്ട പൊട്ടിക്കുക, ഇച്ചിരി ഓണിയൻസ്, ഇച്ചിരി മുളക്, ആൻഡ് അവർ ഓംലെറ്റ് വിൽ ബി റെഡി ഇൻ നോ ടൈം.
ഇതിന് 3 മുട്ടയുടെ ഓംലെറ്റാണ്, പിന്നെ ഞാൻ 2 മുട്ടയുടെ ഓംലെറ്റാണ് വയ്ക്കുന്നത്. സോ ഓംലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പാൻ ചൂടാക്കാം. ഈ പാൻ ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോൾ മേടിച്ചതാണ്. മിൽട്ടൻ്റെ പ്രോ കുക്ക് ബ്രാൻഡ് എന്തോ ആണ്. ഇതിൻ്റെ ചൂട് കൂടിയിട്ടാണോ ഡിഷ് വാഷറിൽ ഇട്ടിട്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കുറച്ച് അങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പാലപ്പമൊക്കെ ഉണ്ടാക്കാനകത്ത് നല്ല പാനാണ്, പക്ഷേ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാൻസാണിത്. I love that sound. മുട്ട പൊരിക്കുമ്പോൾ സൗണ്ട് വന്നില്ലെങ്കിൽ എന്തോ പോലെ. പിന്നെ നമുക്ക് കുറച്ച് കോണും കൂടെ എടുക്കാം. ഇത് ദേക്കാമാർട്ടിൽ നമുക്ക് കിട്ടുന്നതാണ്, ഇങ്ങനെ ടിന്നിൽ. കുറച്ച് മസാലയും കുറച്ച് ബട്ടറും ഇട്ട് നമുക്ക് സ്പൈസപ്പ് ചെയ്തെടുക്കാം. ഓംലെറ്റ് റെഡിയാണ്. പിന്നെ എൻ്റെ പനീർ മഖനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പം ഞാൻ അതാണ് കഴിക്കാൻ പോകുന്നത്. ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി ഞാനത് കഴിക്കാൻ പോവാണ് ഇന്ന്. കോണിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചാട്ട് മസാല എടുക്കാം. കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി. ഇത് ഓൾറെഡി ബോയിൽഡ് കോണാണ് നമുക്ക് ടിന്നിൽ കിട്ടുന്നത്. ഇത് ഞാൻ എൻ്റെ ഓംലെറ്റിന് കുറച്ച് ബാക്കി വെച്ച അനിയൻസ് ആണ്. ഇപ്പം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അതും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. കോൺ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല യമ്മി ആയിട്ടുണ്ട്. ആ ചട്പട്ട ഒരു ഫ്ലേവറില്ലേ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടോട്ടിയ ഉണ്ട്. അപ്പം ഞാൻ ഈ പനീർ മഖനി ടോട്ടിയാൻ്റെ മിഡിലിൽ വെച്ച് അങ്ങനെ റാപ്പായിട്ട് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ലൊരു ബിഗ് റാപ്പാണ്. നമുക്ക് കുറച്ച് ചൂടാക്കി എടുക്കാത്. നമ്മുടെ പനീർ മഖനിയും മൈക്രോവേവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി ആകുമ്പോൾ അതിൻ്റെ ഫില്ലിങ് നടുക്കിട്ട് കുറച്ച് ചീസിട്ട് നമുക്ക് റോൾ ചെയ്ത് എടുത്താൽ നമ്മുടെ ലഞ്ച് റെഡി. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഗ്രേവി എടുക്കാതെ പനീർ മാത്രം എടുത്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചീസും കൂടെ എടുക്കാം. ഗ്രേറ്റഡ് ചീസ് ഇല്ല എന്നെങ്കിൽ, അപ്പം നമുക്ക് സ്ലൈസ് ചീസ് കുറച്ച് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്യുന്ന ടെക്നിക്കാണ് കുറച്ച് പഠിക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ അത്യാവശ്യം ഒരു ഇതിൽ അങ്ങനെ നമ്മുടെ റോൾ ഈസ് റെഡി. അപ്പോൾ ഇനി ലഞ്ച് കഴിച്ചിട്ട് കാണാം. അപ്പം ലഞ്ചും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഞാൻ സ്വിച്ച് കളിച്ചിരിക്കാൻ പോവാണ്. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ എറിക് സ്കൂളിൽ നിന്ന് വരും.
അവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റില്ല അവൻ. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ഗെയിമുണ്ട് ഇതിനകത്ത്. സോ അത് കുറച്ച് നേരം കളിച്ചിരിക്കാൻ പോവാണ്. ഇതാണ് ഗെയിം. എറിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുറച്ച് പുറത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഗ്രോസറീസ് മേടിക്കാനാണ്, അല്ലാതെ ഷോപ്പിംഗ് അല്ല. പിന്നെ അവൻ വരുമോ അറിയില്ല, കാരണം മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇപ്പം അപ്പോയിൻമെൻ്റ് എടുത്ത് വൈകുന്നേരം വരെ കളിയാണ്. സോ ഒരു 5:36 ആകും വീട്ടിൽ കയറാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൊണ്ട് ഇവിടെ വരും. അങ്ങനെ ഫുൾ ഡേ കളിയായിരിക്കും. ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ, അപ്പം ഫുൾ കളിയാണ്. നമുക്ക് നോക്കാം, പോസിബിൾ ആണെങ്കിൽ പുറത്ത് പോയി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരാം. എറിക്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്കൂളിൽ നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഇവർ സ്കൂളിൽ ഉണ്ടാക്കുന്നതാണിത്. ഓക്കെ, പെർമിഷൻ എടുക്കണോ ഇനി? പെർമിഷൻ ഉണ്ടോ? ഇല്ലേ? എറിക്കിനി വരുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കളിക്കാൻ. അപ്പം നമുക്ക് വേഗം എൻ്റെ ജീൻസ് കൂടെ ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. ഇവിടെ ആക്ച്വലി എൻ്റെ അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡായിരുന്നു. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിട്ട് സ്റ്റീം അയൺ കൊണ്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിതിൻ്റെ ക്ലോത്ത്സ് എല്ലാം അതിൽ ഹാങ് ചെയ്ത് വെച്ചേക്കാണ്. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് അയൺ ചെയ്ത് നമ്മുടെ കാര്യം ഇവിടെ തീർക്കാം. അപ്പം ഞാൻ റെഡിയായി, ഇനി നമുക്ക് ഇറങ്ങാം. ജീൻസ് വേഗം നമ്മൾ ഈ അയൺ കൊണ്ട് തേച്ച് ശരിയായിട്ടുണ്ട്. സോ നല്ലതാണ്. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ച സ്റ്റീം അയണാണ്. ഈ 47 ആണിത്. സോ ഇറങ്ങിയാലോ. നമുക്ക് ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം എറിക്കിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. എറിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൻ്റെ കൂടെ. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞ് അവന് കിക്ക് ബോക്സിങ് ക്ലാസ്സും ഉണ്ട്. സോ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പോവാം നമ്മുടെ പണിയെടുക്കാൻ. മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു പാക്കേജ് റിട്ടേൺ ചെയ്യാനുണ്ട്. നമ്മുടെ ബോഷിൻ്റെ ഫുഡ് പ്രോസസ്സറിൻ്റെ സ്ലൈസർ ബ്ലേഡ് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ ഒരു റിക്വസ്റ്റ് ഇട്ടായിരുന്നു അവർക്ക് റിട്ടേൺ ചെയ്ത് അവർ റിപ്പയർ ചെയ്ത് തരുമോ അല്ലെങ്കിൽ പുതിയ സെൻഡ് ചെയ്ത് തരുമോ എന്ന്. സോ നമുക്ക് നോക്കാം. അവർക്ക് പോകാൻ കുറച്ചുകൂടെ സമയമുണ്ട്. സോ ആ സമയത്ത് നമുക്ക് കുറച്ച് കളറിങ് ആർട്ട് വർക്കൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള തിങ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഒന്നും ചെയ്യാത്ത സമയത്ത് ഞാൻ ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. സോ നല്ലൊരു കോസി കളറിങ് ബുക്കാണ്. നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനും നമുക്ക് കാമായിട്ടിരിക്കാനും ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്.
തിലാപ്പിയ എടുത്തിട്ടുണ്ട്, അത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. എറിക്കിന് ബോക്സിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ലേറ്റായി എനിക്ക് ഇറങ്ങാൻ. അപ്പം ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നമുക്ക് വാക്ക് ചെയ്താണ് ഷോപ്പിങ്ങിന് പോകേണ്ടത്. അപ്പം നമ്മൾ ഈ ബാഗ് എടുക്കുകയാണ് കയ്യിൽ. ഇതിനകത്താണ് സാധനങ്ങളൊക്കെ ഇട്ട് വരാൻ പോകുന്നത്. ആദ്യമേ ആക്ഷനിൽ കയറി അവരുടെ ക്യൂട്ട് ബോൾസ്, പ്ലേറ്റ്സ്, കപ്സ് സെക്ഷനിലാണ് ഞാൻ. അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. ഇനി നമുക്ക് ഡിന്നറിന് ഉള്ള പരിപാടി നോക്കണം. ഓൾറെഡി 5:30 കഴിഞ്ഞാൽ അവർ വരേണ്ട ടൈമായി. നമുക്ക് മീൻ വറുക്കാം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് എടുക്കാം. ചെറിയൊരു ഷോപ്പിങ്ങേ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗാണ് കൊണ്ടുവന്ന് ഷോപ്പിംഗ് ചെയ്യാൻ. അപ്പോൾ വാക്ക് ചെയ്ത് നമുക്ക് പോയി ഇതെല്ലാം എടുത്തുകൊണ്ട് വരാം. കുറച്ച് ടൂലിപ്സ് മേടിച്ചു. നാളെ വാലൻറ്റൈൻസ് ഡേ ആണല്ലോ, ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ ഇതൊരു നല്ല മൈക്രോഫൈബർ ഡിഷ് ടവലാണ്. നമുക്ക് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് തുടയ്ക്കാൻ നല്ല ഒരു ടവലാണിത്. സീമാൻ എന്നാണ് മേടിച്ചത്. പിന്നെ ഒരു കുപ്പി പാല്, യോഗട്ട്, ബനാന, ടൊമാറ്റോ. പിന്നെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് മേടിച്ച് ആക്ഷനിൽ നമ്മുടെ പൊട്ടാറ്റോസൊക്കെ ഇടാൻ. അനിയൻ ഇടാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഒരു ബാസ്ക്കറ്റ്സ്. പിന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറീസ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ്. അപ്പം ഇനി ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നറിന് നമ്മൾ ഫിഷും ലെൻറ്റിൽ സൂപ്പുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ വ്ളോഗ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ്. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ.